ഇടുക്കിയിൽ ജീപ്പ് സവാരി നിരോധിച്ച ഉത്തരവ് 24 വിശദീകരിച്ച ഇടുക്കി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ട സാഹചര്യത്തിലാണ് അടിയന്തരമായ നടപടി ഉണ്ടായത്. 15 ദിവസങ്ങൾക്കുള്ളിൽ ജീപ്പ് സവാരിയും ഓഫ് റോഡ് ട്രക്കിങ്ങും പുനരാരംഭിക്കാൻ കഴിയുമെന്നാണ് കളക്ടറുടെ പ്രതീക്ഷ. നമ്മുടെ ജില്ലയിലെ കുറേ സ്ഥലങ്ങളിൽ ജീപ്പ് സഫാരി നടക്കുന്നുണ്ട്. പക്ഷേ അതിൽ കുറച്ച് പേര് വളരെ അപകട അവസ്ഥയിലാണ് അത് ഒടിച്ചു പോകുന്നത്. ത്രില്ല് ഓക്കെയാണ്, ത്രില്ലിന് വേണ്ടി ആൾക്കാർ വരുന്നുണ്ട്. പക്ഷേ അത് ജീവൻ്റെ ഒരു സേഫ്റ്റി അഡ്രസ്സ് ചെയ്യുന്ന രീതിയിലായിരിക്കണം അത് ചെയ്യേണ്ടത്. ആൻഡ് നമുക്ക് കഴിഞ്ഞ ആഴ്ച ഒരു ജീവന് നഷ്ടപ്പെട്ടു ഇങ്ങനെ ജീപ്പ് സഫാരി പോയതിനിടയ്ക്ക്. സോ അതുകൊണ്ട് നമ്മൾ എല്ലാ ജീപ്പ് സഫാരി പോകുന്ന റൂട്ട്സ് കൃത്യമായിട്ട് നമ്മൾ കൊടുത്തിട്ട് അതിലുള്ള ഡ്രൈവേഴ്സ്ക്ക് കുറച്ചും കൂടി ട്രെയിനിങ് കൊടുത്തിട്ട് 15 ദിവസത്തിനുള്ളിൽ നമുക്ക് പുനരാരംഭിക്കാൻ പറ്റും. ഇത് തടയാനല്ല, ഇത് നിയന്ത്രിക്കാനാണ്. ഇടുക്കി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരിയാണ് സംസാരിച്ചത്. രാഹുൽ വിജയൻ കൂടുതൽ വിവരങ്ങൾ നൽകും. പറയൂ രാഹുൽ. എസ്.കെ.എൻ. ഇടുക്കി ജില്ലയിലെ ജീപ്പ് സഫാരി നിരോധിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉടലെടുത്തിട്ടുണ്ട്. വിവിധ സംഘടനകൾ പ്രത്യക്ഷ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ചെയ്തതാണ്. പക്ഷേ ഈ നിരോധനവുമായി ബന്ധപ്പെട്ട് ഇടുക്കി ജില്ലാ കളക്ടർ 24 ഇപ്പോൾ വിശദീകരിച്ചിരിക്കുകയാണ്. ഏതെങ്കിലും ആളുകളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ ഈ ജീപ്പ് സഫാരി പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്നതിന് വേണ്ടിയല്ല ഇത്തരത്തിലൊരു ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പോതമേട് ജീപ്പ് സഫാരിക്കിടെ അപകടമുണ്ടായി ഒരു വിനോദസഞ്ചാരി മരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ അടിയന്തരമായിട്ടുള്ള ഉത്തരവ് ഇറക്കിയത്. മാത്രമല്ല 15 ദിവസത്തിനുള്ളിൽ ഈ ജീപ്പ് സഫാരി ഉൾപ്പെടെ പുനരാരംഭിക്കാൻ കഴിയും എന്നുള്ളതാണ് പറയുകയും ചെയ്തിരിക്കുന്നത്. അപകടകരമായ രീതിയിൽ ജീപ്പ് ഓടിക്കുന്ന ഒരുപാട് ഡ്രൈവർമാർ ഇടുക്കി ജില്ലയിലുണ്ട്. അതുമാത്രമല്ല വണ്ടികളിൽ അനാവശ്യമായി പല സാധനങ്ങളും ഘടിപ്പിച്ച് ഇൻഷുറൻസ് തുക പോലും കിട്ടാത്ത അവസ്ഥയിലുള്ള ജീപ്പുകളുണ്ട്. അങ്ങനെയുള്ള ജീപ്പുകളും അങ്ങനെയുള്ള ഡ്രൈവർമാരെയും കണ്ടെത്തി ഒഴിവാക്കുകയാണ് ലക്ഷ്യം. 15 ദിവസത്തിനുള്ളിൽ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല അപകടമില്ലാത്ത റൂട്ടുകൾ കണ്ടെത്താനും പഞ്ചായത്തുകൾക്കും അതുപോലെ തന്നെ സബ് കളക്ടർമാർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നും ജില്ലാ കളക്ടർ വ്യക്തമാക്കിയിട്ടുണ്ട്. കൃത്യമായ പരിശോധന, അതിനോടൊപ്പം തന്നെ ഈ ഡ്രൈവർമാർക്ക് പരിശീലനം ഉൾപ്പെടെ നൽകുമെന്നും ജില്ലാ കളക്ടർ വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിൽ ഈ കൊളുക്കുമലയിലേക്ക് ജീപ്പ് സവാരി നടക്കുന്നുണ്ട്. 238 ജീപ്പുകൾ കൊളുക്കുമലയിലേക്ക് സവാരി നടത്തുന്നുണ്ട്. അവർക്ക് ഈ നിരോധനം ബാധകമല്ല. കാരണം അവർ കൃത്യമായിട്ടുള്ള പരിശോധനകൾക്ക് വിധേയമായി കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഈ സവാരി നടത്തുന്നത്. അതേ മാതൃകയിൽ തന്നെ ബാക്കിയുള്ള എല്ലാ മേഖലയിലും വാഗമണിലാണെങ്കിലും കുമളിയിലാണെങ്കിലും മൂന്നാറിലാണെങ്കിലും അത്തരം രീതിയിൽ തന്നെ ജീപ്പ് സവാരികൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നടപടി ഇപ്പോൾ ആലോചിക്കുന്നത് എന്നുള്ളതാണ് ജില്ലാ കളക്ടർ വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല നേരത്തെ ഇത് പ്രാവർത്തികമാക്കാൻ വേണ്ടി ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഒരു നടപടി സ്വീകരിച്ചിരുന്നു. പക്ഷേ അതിനോടൊന്നും ജീപ്പ് ഡ്രൈവർമാരോ ഉടമകളോ സഹകരിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് പെട്ടെന്ന് തിടുക്കപ്പെട്ട് ഇത്തരമൊരു ഉത്തരവിലേക്ക് പോയത്. ആരെങ്കിലും ഉപജീവനമാർഗം തകർക്കുന്ന നിലയിലേക്കല്ല ഈ ഉത്തരവെന്നും കളക്ടർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു രാഹുൽ വിജയൻ.